ഇതാണ് എൻ്റെ മമ്മിയുടെ കുഞ്ഞു പൂന്തോട്ടം. പൂന്തോട്ടം എന്ന് പറയാനൊന്നുമില്ല, പണ്ട് മമ്മി നന്നായിട്ട് പരിപാലിച്ചിരുന്നതായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ ഇതായിപ്പോയി. നിറച്ച് ചെടികളുണ്ടായിരുന്നതാണ്. ഇപ്പം എല്ലാം കൂടെ കയറി മഴയൊക്കെ വന്ന് കാട് കയറി പിടിച്ചിരിക്കുകയാണ്. ഇനി ഇതൊക്കെ നന്നാക്കി എടുക്കണം. മമ്മിക്ക് സമയം കിട്ടും, മമ്മി ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നിറച്ച് ചെടികളും മുളകും ചെമ്പരത്തി തന്നെ പല ടൈപ്പുണ്ട്. അതുപോലെ തന്നെ ബോൾസം, മമ്മിക്ക് ഇതിൻ്റെ കുറേ വെറൈറ്റികൾ വളർത്തുന്നുണ്ടായിരുന്നു. ഇപ്പം ഇതിലൊക്കെ കമ്പം തീർന്നു എന്ന് തോന്നുന്നു, സമയമില്ല, അതാണ് സത്യം. കുറച്ച് ചെടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം മഴ പെയ്ത് കാട് കയറിയിരിക്കുകയാണ്. ഇതൊക്കെ റെഡിയാക്കണം. ചെടി ഇത് ചെമ്പരത്തിയുടെ തന്നെ വെറൈറ്റികൾ കുറേ ഉണ്ടായിരുന്നു മമ്മിയുടെ കയ്യിൽ. അതായത് മഞ്ഞ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പോയി. തിരുഹൃദയം എന്ന് ഞങ്ങൾ വിളിക്കുന്ന ചെടിയാണിത്. നിങ്ങളെന്താണ് ഗൈസ് പറയുന്നത്? പിന്നെ അതുപോലെ തന്നെ തിരുഹൃദയം, ഈശോയുടെ തിരുഹൃദയം പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിന് തിരുഹൃദയം എന്ന് പറയുന്നത്. പിന്നെ റോസം, ജമന്തി, കടലാസ് റോസ, കുറേ സാധനങ്ങൾ. പിന്നെ മമ്മിയുടെ ഏറ്റവും ഫേവറേറ്റ് ഞങ്ങളുടെ കിണറാണ്. കിണറൊക്കെ കാട് കയറി കിടക്കുവാണ്. വെള്ളം ഈ കിണറിൽ നിന്നല്ല ഉപയോഗിക്കുന്നത്. കിണറൊക്കെ ഇനി വൃത്തിയാക്കി എടുക്കണം. ഇതായിരുന്നു ഞങ്ങളുടെ പട്ടിക്കൂടിനകത്ത് കുഞ്ഞി പട്ടികളുണ്ടായിരുന്നതാണ്. എല്ലാം പാമ്പൊക്കെ കടിച്ച് ചത്തൊക്കെ പോയി കുറേ. അപ്പം അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് മമ്മി ഇപ്പോൾ പെട്ടീനെ വളർത്തലില്ല. ഇതിങ്ങനെ ചത്തു പോകുമ്പോൾ പിന്നെ നമുക്ക് സങ്കടമാണ്, കുറേ നാൾ അറ്റാച്ച്ഡ് ആയിട്ടിരുന്നിട്ട്. പിന്നെ മമ്മി വളർത്തണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് അവിടെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ചാമ്പ മരം.